നമ്മുടെ KSEB ഇലക്ട്രിസിറ്റി വർക്കർ അല്ലെങ്കിൽ മസ്ദൂർ പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഒഴിവുകൾ ഓൾറെഡി PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ SLC+ ട്രേഡ് സർട്ടിഫിക്കറ്റ് എന്ന രീതിയിൽ മാറ്റി നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനി അടുത്ത് എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ KSEB വർക്കർ തസ്തികയിൽ ഏകദേശം 4000-ഓളം ഒഴിവുകളാണ് ഇപ്പം നിലവിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് 1909 ഒഴിവുകൾ ഇപ്പം നിലവിലുണ്ട്. അത് കൂടാണ്ട് 3085 പേർക്ക് എന്ത് ചെയ്യാം, ലൈൻമാൻ ഗ്രേഡ് 2 തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം നൽകണം എന്ന രീതിയിൽ കുറച്ച് മുന്നേ വന്ന ന്യൂസാണിത്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ആ ഒരു ലൈൻമാൻ ഗ്രേഡ് 2ലേക്ക് സ്ഥാനക്കയറ്റം നൽകി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ആ ഏകദേശം 4000-ലധികം ഒഴിവുകൾ ഇപ്പം അവിടെ നിലവിലുണ്ട്. അപ്പോൾ എന്തായാലും ഇതിലെത്ര വേക്കൻസികൾ PSCക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നു നമുക്കിപ്പോൾ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. പക്ഷേ അത് എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് കിട്ടിയേക്കുന്ന റിപ്പോർട്ട്. പിന്നെ ഇത് കൂടാണ്ട് ഇത് ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷനാണ് ഇറക്കുന്നുണ്ടാവുക, റിക്രൂട്ട്മെൻറ്റാണ്. കഴിഞ്ഞ ലിസ്റ്റിലെ നിയമന ശുപാർശ ഈ ഒരു രീതിയിലാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ ജില്ലയിലേക്കാണ്, 514 ആണ് പോയിട്ടുള്ളത്. പിന്നെ തിരുവനന്തപുരമുണ്ട്, കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട്, പാലക്കാടുണ്ട്, മലപ്പുറമുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഒഫീഷ്യൽ ഡീറ്റെയിൽസ് വരുന്നവർക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.